ഏറ്റവും പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷ, അതുപോലെ തന്നെ രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ഇത് രണ്ടുമാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കടിയേറ്റ ഭാഗം വൃത്തിയായി സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. സോപ്പ് നന്നായി വെള്ളത്തിൽ പതപ്പിച്ച് ടാപ്പിനടിയിൽ നിന്നുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ശക്തമായി ഒഴുകുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് മുറിവുകൾ കഴുകേണ്ടത്. മുറിവുകൾ കെട്ടിവെക്കുകയോ മറ്റ് മഞ്ഞളോ സാധാരണയായി നാടൻ വൈദ്യങ്ങൾ ചെയ്യുന്നത് പോലെ അത്തരം കാര്യങ്ങളൊന്നും മുറിവുകളിൽ പുരട്ടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് ലഭ്യമായ ബീറ്റാഡിൻ ഓയിൻമെൻറ്റ് പോലെയുള്ള അത്തരം അണുനശീകരണ ലായനികൾ ഉപയോഗിച്ച് മുറിവുകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യ 15 മിനിറ്റിൽ തന്നെ ഇത് പ്രഥമ ശുശ്രൂഷ ലഭിക്കണമെന്ന് പറയാൻ പ്രത്യേകമായ കാരണം മുറിവിലുള്ള രോഗാണുക്കൾ, അതുപോലെ കടിയോ മാന്തലോ പോറലോ ഏറ്റാൽ പോലും എന്ന് പറയാൻ കാരണം ഇവരുടെ ഉമിനീരിൽ നിന്ന്, ഈ രോഗാണുബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ പോലും ഇതിൻ്റെ രോഗാണുക്കൾ ഉണ്ടാകാം. അപ്പോൾ ആ ഉമിനീരും മുറിവുകളിലുള്ള രോഗാണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഞരമ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രഥമ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആശുപത്രിയിലെത്തി ഇതിന് മുറിവിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള കുത്തിവയ്പ്പുകളാണ് പ്രധാനം. കുത്തിവയ്പ്പ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമ്മുടെ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. നമ്മുടെ കല്ലടിക്കോടുള്ള പോലെയുള്ള ആശുപത്രികളിൽ ഇതിൻ്റെ കുത്തിവയ്പ്പ് ലഭിക്കാറില്ല. സാധാരണ ഈ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ്. നമുക്കാണെങ്കിൽ തൊട്ടടുത്ത് മണ്ണാർക്കാടാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി, അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രി. കോങ്ങാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഇതിൻ്റെ വാക്സിൻ ലഭ്യമാണ്. സാധാരണയായി 4 ഡോസ് കുത്തിവയ്പ്പുകളാണ് എടുക്കേണ്ടത്. ആദ്യത്തെ ഡോസ് എടുത്ത് 3, 7, 28 ദിവസങ്ങളിൽ കുത്തിവയ്പ്പ് എടുക്കണം. ആദ്യ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുത്തിവയ്പ്പ് എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്.